സുചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ ഗ്രേറ്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് തുടങ്ങുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തായിരുന്നു. ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിന് ഒരുപാട് വലിയ വശങ്ങളുണ്ട്. കാരണം ഇത് ഇന്ത്യ ലോക വ്യാപാരത്തെ നിയന്ത്രിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പോരാത്തതിന് അവിടെ നമ്മളൊരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ബേസസ് നമുക്ക് അവിടെ ഉണ്ട്. പോരാത്തതിന് നമ്മളവിടെ ഒരു സബ്മറൈൻ, ഒരു ആണവ അന്തർവാഹിനി കോട്ട നിർമ്മിക്കുന്നുണ്ട്. അതായത് ഇപ്പോ നമ്മുടെ അന്തർവാഹിനികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ബേസ് ഡോക്ക് ചെയ്യാൻ ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ് ഈ ഇന്ത്യൻ ഓഷനിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സാധനം ഈ ആൻഡമാൻ നിക്കോബാറിൽ നിർമ്മിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ അതവിടെ നിർമ്മിച്ചിട്ട് നമ്മൾ ന്യൂക്ലിയർ വാർ ഹെഡുകളുള്ള നമ്മുടെ ആണവ അന്തർവാഹിനികളെ, എസ്പെഷ്യലി INS അരിഹന്തിനെ പോലെയുള്ള ആണവ അന്തർവാഹിനികളെ അവിടെ അഴിച്ചുവിടാനായിട്ട് പോവുകയാണ്. അങ്ങനെ അഴിച്ചുവിടുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഈ മലാക്ക കടലിടുക്ക് വഴി ഈ പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആരെങ്കിലും കയറണമെങ്കിൽ നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ മലാക്ക കടലിടുക്ക് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ 40% ട്രേഡും അതുവഴിയാണ് കടന്നു പോകുന്നത്. ചൈനയുടെ 80% എണ്ണ വ്യാപാരവും അതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പം മലാക്ക കടലിടുക്കിന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്നതിനേക്കാൾ നല്ലൊരു മാർഗമില്ല ചൈനയെ ശ്വാസം മുട്ടിക്കുന്നതിന് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. കാരണം ചൈനയെ മുറിവേൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ വജ്രായുധമാണ് ഈ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത്. ആ മലാക്ക കടലിടുക്കിൽ നമ്മൾ എന്ത് ചെയ്താലും ചൈന സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന് തരിപ്പണമാകും എന്നുള്ളത് യാതൊരുവിധ സംശയമില്ല. ഇത് ചൈനയ്ക്കറിയാം. കാരണം നമുക്ക് മാത്രമല്ലല്ലോ ബുദ്ധിയുള്ളത്, അവർക്കും ബുദ്ധിയുണ്ടല്ലോ. കാരണം നമ്മളിവിടെ ഒരു പ്രവർത്തനം നടത്തുന്നു എന്ന് കാണുമ്പോൾ തന്നെ ചൈന എന്ത് ചെയ്യും? ചൈന അതിനൊരു കൗണ്ടർ എന്തായിരുന്നാലും കൊണ്ടുവരാനായിട്ട് ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ചൈന ഇപ്പൊ ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അറിയുന്നത്. ഓൾറെഡി അവർ മ്യാൻമറിലുണ്ട്. അത് ബിചേട്ടൻ അറിയാലോ. മ്യാൻമറിൽ ഈ ജുണ്ട ഗ്രൂപ്പുകളും ഈ മിലീഷ്യസ് അവർക്കെല്ലാം ചൈനീസ് പിന്തുണയുള്ള വലിയ ഗ്രൂപ്പുകളാണ് മ്യാൻമറിലുണ്ട്. ഇനിയിപ്പോ ബംഗ്ലാദേശിലേക്ക് വരികയാണ്. ബംഗ്ലാദേശിലാണെങ്കിൽ ഓൾറെഡി പാകിസ്ഥാനാണെങ്കിൽ അവരുടെ ISI ആണെങ്കിൽ ഭീകരവാദ സംഘടനകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ $2.2 ബില്യൺ വിമാനങ്ങൾ ബംഗ്ലാദേശിന് ചൈന കൊടുക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ സംഭവം പാകിസ്ഥാന് കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ നമ്മളെ അടിച്ചത്. അപ്പൊ അതേപോലെ ഇപ്പുറത്തും ബംഗ്ലാദേശിന് വിമാനം കൊടുക്കാനായിട്ട് ചൈന പോവുകയാണ്. ഇപ്പൊ ഇതില് ചൈനയുടെ ഒരു നീക്കം എന്ന് പറയുന്നത്, ഇവർക്ക് ഈ മലാക്ക സ്ട്രെയിറ്റ് വഴി വരാതെ ഡയറക്റ്റ് ആയിട്ട് ചൈന മുകളിൽ, അതിന്റെ താഴെ മ്യാൻമാർ, സൈഡ് ബംഗ്ലാദേശ്, അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ഓഷനിലേക്ക് പ്രവേശിക്കാൻ ഒരു വഴിയാണ് ഇവർ തേടുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഇതെങ്ങനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. ഇന്ത്യക്ക് ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും? പിന്നെ ഈ ബംഗ്ലാദേശിലേക്ക് ചൈന വരുമ്പോൾ ഇന്ത്യയുടെ ആശങ്കകൾ എന്താണ്? ബംഗ്ലാദേശിൽ ഇനി ചൈന കയറുമ്പോൾ ഈ ബംഗ്ലാദേശിലുള്ള പാകിസ്ഥാനും ISIയും ചൈനയുമായിട്ടൊരു ക്ലാഷിന് അവിടെ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ വീണ്ടും അവിടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എതിരായതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൽ ഈ പാകിസ്ഥാനും ചൈനയും ഒന്നിക്കാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? പാകിസ്ഥാനിൽ ഇപ്പോൾ ചൈനയ്ക്ക് ഒരു ഹോൾഡ് ഇല്ല. കാരണം അവിടെ അമേരിക്ക വന്ന് പിടിമുറുക്കി കഴിഞ്ഞു. ബംഗ്ലാദേശിൽ അമേരിക്ക പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, അവര് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ UN അവിടെ വന്നിട്ട് അമേരിക്കയുടെ കപ്പലുകളൊക്കെ അവിടെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അവിടെയുള്ള ആർമി സമ്മതിച്ചില്ല. ഇപ്പൊ ചൈനയാണ് അതിന് പകരം വരാൻ പോകുന്നത്. ഓൾറെഡി പാകിസ്ഥാൻ അവിടെ പിടിമുറുക്കിയിട്ടുണ്ട്. നമുക്ക് ചുറ്റും ശത്രുക്കളാണ്. അപ്പൊ യവന്മാർ ഈ ബംഗ്ലാദേശിൽ ഇനി എങ്ങനെ നമ്മൾ ചുരുട്ടി കൂട്ടും എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. എന്ത് തോന്നുന്നു? നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ, ഇപ്പൊ ഈ നമ്മുടെ ഇപ്പോഴത്തെ മോദി സർക്കാർ 2014 അധികാരത്തിലേറുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച മേഖല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത്, ഇനി ഇന്ത്യയുടെ തലയിലെ രത്നകിരീടങ്ങളാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഇനി ഈ രാജ്യത്തിന് നേട്ടം കൊണ്ടുവരുന്ന മുഴുവൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് എന്ന് പറയുകയും ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ സൈനിക മേധാവി പറഞ്ഞത്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട മേഖല നമ്മുടെ വടക്കിഴക്കൻ പ്രദേശവും കിഴക്കൻ പ്രദേശവുമാണ്. നമ്മൾ ഇതുവരെ ശ്രദ്ധ പതിപ്പിക്കാതിരുന്ന പ്രദേശമാണ്. കാരണം ഒന്ന്, നമ്മളും ബംഗ്ലാദേശുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. മറ്റൊന്ന്, നമ്മളൊക്കെ അങ്ങനെ വലിയ ഒരു സ്ട്രെങ്തോ കാര്യങ്ങളോ ഇല്ല. ഇതിനു മുമ്പ് ഭരിച്ചിരുന്നവരൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, എയർപോർട്ട് എയർ സ്ട്രിപ്പ് പണിതാലോ അല്ലെങ്കിൽ റോഡ് പണിതാലോ ശത്രു കയറി വരുമെന്ന് കരുതുന്ന ഭരണാധികാരികളായിരുന്നല്ലോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി മോദി വന്നപ്പോൾ അതിനാണ് ശ്രദ്ധ പതിപ്പിച്ചത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അതിർത്തിയിൽ എന്താണ്, കിഴക്കൻ അതിർത്തിയിൽ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, മ്യാൻമാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മളും ചൈനയും ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. കാരണം മ്യാൻമാറിന്റെ ഔദ്യോഗിക ഭരണകർത്താക്കൾ ആരാന്ന് വെച്ചാൽ ജുണ്ട ഗ്രൂപ്പാണ്. ഈ ജുണ്ട ഗ്രൂപ്പ്, പിന്നെ അവിടുത്തെ റിബൽ ഗ്രൂപ്പിൽ ശക്തരാരെന്ന് വെച്ചാൽ അരക്കൻ ആർമിയാണ് അവിടുത്തെ മറ്റൊരു ശക്തമായ ഗ്രൂപ്പ് ഉള്ളത്, അരക്കൻ ആർമി. പിന്നെ അവിടെ മറ്റ് അനവധി ഗ്രൂപ്പുകളും ഉണ്ട്. ഈ ഗ്രൂപ്പുകളുമായിട്ട് ചൈനയ്ക്ക് നല്ല കണക്ഷനാണ്. അരക്കൻ ആർമിയായിട്ടും നല്ല ബന്ധമാണ്, ജുണ്ടകളുമായിട്ട് നല്ല ബന്ധം.
ഇന്ത്യക്കും ജുണ്ടകളുമായി നല്ല ബന്ധമാണ്, അരക്കൻസുമായിട്ട് നല്ല ബന്ധമാണ്. അവിടെ ഈ മ്യാൻമാറിൽ നമ്മൾ ഈക്വൽ ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ പുതിയൊരു അവസരം കൂടി നമുക്ക് മ്യാൻമാറിൽ തുറന്നു കിട്ടിയിട്ടുണ്ട്. അവിടെ ഈ റയർ മെറ്റൽസ് ഖനനം ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളെ അവര് അനുവദിച്ചിട്ടുണ്ട്. അത് അനുവദിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ അരക്കൻ ആർമി അല്ല, മറ്റൊരു അവിടെ ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഈ ജുണ്ടയ്ക്കും അരക്കൻ ആർമിയും ഈ ജുണ്ടകളുടെ എതിരാളികൾ അതായത് ചൈനയുമായി ചേർന്ന് നിൽക്കുന്ന ചില പ്രവിശ്യകളുണ്ട്, അതൊക്കെ കൈവശപ്പെടുത്തിയിരിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അവർക്ക് പണം ആവശ്യമാണ്. അപ്പൊ അവര് ഇങ്ങനൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. അപ്പൊ മ്യാൻമാർ സർക്കാരിനും അതിനകത്ത് എതിർപ്പൊന്നുമില്ല. കാരണം ചൈന മാത്രമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ ഇവരും കൂടി ഇച്ചിരി എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം മ്യാൻമാറിൽ നമ്മളുടെയും ഒരു തുറമുഖം, പോർട്ട് സിറ്റ്വേ തുറമുഖം, നമ്മളതിന്റെ പണി തീരാറായ സിറ്റ്വേ തുറമുഖത്തിന്റെ അതിനങ്ങോട്ട് മാറിയിട്ട് കുങ്ഫി എന്ന് പറയുന്ന തുറമുഖം ചൈനയ്ക്കുമുണ്ട്. അപ്പൊ ഏതാണ്ടൊക്കെ നമ്മൾ മ്യാൻമാറിലെ രണ്ട് രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളുള്ള ഒരു ബന്ധത്തിന്റെയും കൂടെ വെച്ചിട്ടായിരിക്കണം. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ചൈനയ്ക്കായിരുന്നു ഒരു അപ്രമാദിത്വം മ്യാൻമാറിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. രണ്ടു കൂട്ടരും മ്യാൻമാർ പതുക്കെ പങ്കിട്ടെടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇവരെയൊക്കെ പങ്കിട്ടെടുക്കുന്നതിന് ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ചൈനയ്ക്ക് ധനുഷ് സൂചിപ്പിച്ച കണക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒരു വാതിൽ വേണം, ഒരു വഴി വേണം അവർക്ക്. അതാണ് അവർ നോക്കുന്നത്. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി പോലെ തന്നെ അത് കൊണ്ടുവന്ന് ഇതിലേക്ക് ബംഗ്ലാദേശുമായി ചേർന്ന് ഇത് കൊണ്ട് മുട്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്വപ്നം. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ യൂനസിന്റെ വാർത്തകൾ നമ്മൾ കൊടുക്കാഞ്ഞിട്ട് മാത്രമാണ്. കാരണം യൂനസിന്റെ ബംഗ്ലാദേശിൽ ഒരുപാട് വാർത്തകളുണ്ട്, നമ്മളത് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബംഗ്ലാദേശിന്റെ കരസേന മേധാവി വക്കാറു ഉസ്മാൻ ഇന്ത്യയിൽ എത്തുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നു. അദ്ദേഹം എത്തുന്നത് ഒരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഇന്ത്യയിൽ എത്തുന്നതെങ്കിൽ പോലും ആ എത്തുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ കരസേനാ മേധാവിയുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് അദ്ദേഹം എത്തുന്നെങ്കിൽ പോലും അതിന് പൊളിറ്റിക്കലി വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ആ ഒരു കൂടിക്കാഴ്ച. കാരണം ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്കയും മറുഭാഗത്ത് ചൈനയും അവിടെ പതുക്കെ അതിനെ കാർന്നു തിന്നാൻ തുടങ്ങുന്നു. അതിനിടയിലാണ് പാകിസ്ഥാൻ വലിയ രീതിയിൽ കൊണ്ടുവന്ന് ഈ ഭീകരവാദികളെ കൊണ്ട് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാൻ ടെറർ ഗ്രൂപ്പുകൾ ISISയുടെ മറ്റുമൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ 2 ദിവസം മുമ്പ് വളരെ വിശദമായിട്ട് തന്നെ ഒരു വലിയ ചർച്ച നടത്തിയിരുന്നു. ഈ ABT എന്ന് പറയുന്ന പാക് ഗ്രൂപ്പുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ലക്ഷ്യം വെസ്റ്റ് ബംഗാളിന് കൊടുത്തിരിക്കുന്നത് BGM-നാണ് കൊടുത്തിരിക്കുന്നത്, ഫുജിക്കാണ് നമ്മുടെ നമ്മുടെ ദക്ഷിണേന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ബംഗ്ലാദേശിന്റെ ടെറർ സംഘടനകളാണ്. അപ്പൊ ഇവിടെയൊക്കെ നിയന്ത്രണം ISISയുടെ നിയന്ത്രണത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെയാണ് ഈ മലാക്ക കടലിടുക്കും ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ഈ പറയുന്ന ആണവ അന്തർവാഹിനികളുടെ ഒരു വ്യൂഹം, ഒരു സ്ക്വാഡ്രൺ അവിടെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നതുമെല്ലാം ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഈ വിമാനം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു വലിയ തമാശ തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ ഈ സെക്കൻഡ് ഹാൻഡ് വിമാനം കൊടുക്കാൻ പറ്റില്ല. കാരണം അവരോടുള്ള കണക്ഷനൊക്കെ മുറിഞ്ഞ സ്ഥിതിക്ക് ഈ പന്ന വിമാനങ്ങൾ കണ്ടം ചെയ്യാൻ വെച്ചിരിക്കുന്ന വിമാനങ്ങൾ കൊടുക്കാൻ ഒരു രാജ്യം വേണമല്ലോ. അതിപ്പോ അവർ ബംഗ്ലാദേശായിട്ടാണ് കാണുന്നത്. ബില്യണാണ് കൊടുക്കുന്നതെന്ന് ആലോചിച്ചോ. 2.2 ബില്യൺ എഴിച്ചു കിടക്കാൻ ശേഷിയില്ലാത്ത ബംഗ്ലാദേശാണ് ഈ 2.2 ബില്യൺ ഇത് വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ചൈനയ്ക്ക് അവിടെ കൃത്യമായിട്ട് പിടിമുറുക്കാൻ തന്നെയാണ്. കാരണം ഇവർക്ക് ഇത് തിരിച്ചു തരാൻ പറ്റില്ലെന്ന് ചൈനയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ മൊത്തത്തോടെ വിഴുങ്ങാനുള്ള ഒരു പദ്ധതിയാണ് ചൈന കൊണ്ടുവരുന്നത്. അതിലാണ് ഇവർ പോയി വീഴുന്നത്. അതെ, അത് തന്നെയാണ്. ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടാണ് ഈ വക്കാർ ഉസ്മാൻ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം മുമ്പൊരു വാണിംഗ് UN സർക്കാരിന് കൊടുത്തിരുന്നു ഡിസംബറിന് മുമ്പ്. അതായത് ഈ വരുന്ന ഡിസംബർ 2 മാസം കൂടെ ഉള്ളൂ നമുക്ക് ഡിസംബർ ആകാനായിട്ട്. ഡിസംബറിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഇലക്ഷൻ നടത്തി പുതിയ ഭരണകൂടത്തെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ അധികാരം ടേക്ക് ഓവർ ചെയ്യും. കാരണം ഇവിടെ ഭീകര ഗ്രൂപ്പുകൾ അനവധി തമ്പടിക്കുന്നുണ്ട്, രാജ്യം അപകട പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് ഈ യുനെസ് ഒരു തട്ടിക്കൂട്ട് സംവിധാനമൊക്കെ വെച്ച് കുറെ യോഗങ്ങളൊക്കെ ചേർന്നിട്ട് പറഞ്ഞു 2026 ഏപ്രിൽ ആകുമ്പോൾ ഫെബ്രുവരി ടു ഏപ്രിൽ ഇതിനിടയിൽ ഞാൻ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെ സൈന്യം മുഖവിലേക്ക് എടുത്തിട്ടില്ല, അതിനൊരു റിപ്ലൈ സൈന്യം കൊടുത്തിട്ടുമില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനിടയിൽ പലവട്ടം ഇന്ത്യയായിട്ട് ഏറ്റുമുട്ടാൻ ഒരു ശ്രമം നേപ്പാൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ കൊണ്ട് ഒരു ശ്രമം നടത്താൻ യുനെസ് ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അതിനെയൊക്കെ തടയിട്ടത് വക്കാർ ഉസ്മാൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഇവിടെ എത്തുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ നീക്കങ്ങൾ അധികം മുൻപോട്ട് പോകാനുള്ള സാധ്യതയില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ വക്കാർ ഉസ്മാൻ നമ്മൾ മുൻപൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ പഴയ പോലെ അല്ല ബംഗ്ലാദേശ്. കാരണം മുമ്പ് യുനെസിന്റെ മുന്നിൽ അണിനിരന്ന് നിന്നതിനകത്ത് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമേ യുനെസിന്റെ കൂടെ ഉള്ളൂ. യുനെസിനെ അധികാരത്തിൽ കയറ്റാൻ വലിയ പങ്ക് വഹിച്ച അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ, ആ വിദ്യാർത്ഥി യൂണിയൻ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു, പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. ആ പാർട്ടി
ആണ് അവിടെ ഭരണം കിട്ടുന്നതെങ്കിൽ യൂനസിനെ അവർ ഭരണാധികാരിയാക്കില്ല. ഇതൊക്കെ യൂനസിന് നന്നായി അറിയാം. അപ്പൊ അവരെല്ലാം മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഈ ഷേഖ് ഹസീനയുടെ പാർട്ടിയും അതിന്റെ അണികൾ, പാർട്ടിയൊക്കെ നിരോധിച്ചിരിക്കുകയാണല്ലോ അവിടെ. ഇതും മറ്റേ ഖാലിദാസിയയുടെ പാർട്ടിയും ഒക്കെ അവര് അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് തെരുവിലിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. അതായത് ഒരു ആഭ്യന്തര കലാപത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ബംഗ്ലാദേശ് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോ ഈ ട്രംപിന്റെ പുറകെയൊക്കെ പോകുന്നത് കൊണ്ടും മറ്റ് വിഷയങ്ങൾ ഉള്ളത് കൊണ്ടുമാണ് നമ്മളത് ചർച്ചയ്ക്കെടുക്കാത്തത്. പക്ഷെ ബംഗ്ലാദേശിൽ ഒരുപാട് വാർത്തകളുണ്ട്. അതിലൊന്നും അവർ വലിയൊരു ആഭ്യന്തര കലഹത്തിന്റെ പിടിയിലാണ്. ഒപ്പം തന്നെ അവിടെ വലിയ രീതിയിലുള്ള പിന്നെ ദാരിദ്ര്യം പിടിമുറുക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു. കാരണം ഈ ദാരിദ്ര്യമാണ് എപ്പോഴും ആഭ്യന്തര കലഹത്തിന് കാരണമാകുന്നത്. അവിടെയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഈ ദാരിദ്ര്യത്തെ അതിജീവിച്ചത് തന്നെയാണ് ഇവിടെ കലാപമില്ലാത്തത്. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ട് സ്ഥിരമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ദരിദ്ര നാരായണന്മാരാണ് ഈ നാട്ടിൽ. ഏതെപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വഴിവെക്കിലൊക്കെ നിന്ന് ഇവർ പ്രസംഗിക്കുന്ന ദരിദ്രന്മാർ, ദരിദ്ര നാരായണന്മാർ എന്നുള്ള വാക്കുകൾ നമ്മൾ പതിവായി കേട്ടിരുന്നെങ്കിൽ ഇന്ന് ദരിദ്രനെന്നോ ദാരിദ്ര്യമെന്നോ ഒരു വാക്ക് നമ്മളുടെ രാജ്യത്തെ ആരും പ്രസംഗിക്കുന്നില്ല, പ്രതിപക്ഷ പാർട്ടികൾ പോലും പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ രസകരം. അപ്പോൾ പട്ടിണിയും പരിവട്ടവുമാണ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കലാപത്തിന്റെ അടിത്തറ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജൻസി കലാപം വരില്ല എന്ന് പറയുന്നത്. നോക്കൂ, ജൻസി കലാപം നടന്നിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ദരിദ്ര രാജ്യങ്ങളാണ്, പട്ടിണിയും പരിവട്ടവും ഉണ്ടായ രാജ്യങ്ങളാണ്. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത രാജ്യങ്ങളിലാണ് ഈ ജൻസി കലാപം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഇന്ത്യയിൽ അത് നടക്കാനുള്ള സാധ്യതകളില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പാലസ്തീൻ അനുകൂല പ്രകടനം നടന്നപ്പോൾ അതിനെ തടയുന്നതിനായിട്ട് ഒരു വിഭാഗം രംഗത്തെത്തുകയും പൊരിഞ്ഞടി നടക്കുകയും ചെയ്തിരുന്നു. ABP-ക്കാരായിരുന്നു അതിന്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഒരു യൂത്ത് തന്നെ രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ്. മറ്റൊരു കലാപര നടന്ന രാജ്യത്ത് നമ്മളത് കണ്ടില്ല. നേപ്പാളിൽ നമ്മളത് കണ്ടില്ല, ശ്രീലങ്ക നമ്മളത് കണ്ടില്ല, ഫിലിപ്പീൻസിൽ നമ്മളത് കണ്ടില്ല, പല രാജ്യങ്ങളും നമ്മൾ കണ്ടില്ല. പക്ഷെ ഇന്ത്യയിൽ രാജ്യവിരുദ്ധത എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ പലസ്തീൻ അനുകൂലമായ ഒരു പ്രകടനം അവിടെ MSF-ഉം ഒപ്പം തന്നെ SIO ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയും പ്രതിപക്ഷ സംഘടനകളെല്ലാം കൂടെ നടത്തിയപ്പോൾ അതിനെ തടയാനെത്തിയത് യൂത്തുകൾ തന്നെയായിരുന്നു. ABP ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, യൂത്തുകൾ തന്നെ വരുന്നു എന്നുള്ളത് തന്നെയും ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇവിടെ ജൻസി കലാപം ക്ലച്ച് പിടിക്കില്ല. ഒന്നിവിടെ ദാരിദ്ര്യം പറഞ്ഞിട്ട് ജനങ്ങളെ ഇളക്കി വിടാനില്ല. അത്യാവശ്യം ജനങ്ങൾക്ക് എല്ലായിടത്തും വൈദ്യുതി സൗജന്യമായിട്ട് തന്നെ എത്തുന്നുണ്ട്. സൗജന്യ വൈദ്യുതി എന്ന് പറയുമ്പോൾ 10 നില കെട്ടിടവും എല്ലാ മുറിയിലും ഈ 2 AC വെക്കുന്നവന് സൗജന്യമായി വൈദ്യുതി കിട്ടുമെന്ന് അർത്ഥമാക്കരുത്. അങ്ങനെ പറയുന്നവരായിരിക്കും താഴെ വന്ന് കമന്റ് ഇടുന്നത്. എവിടെ ഇത് എന്ന് ചോദിക്കും. 15 ലക്ഷം രൂപ എവിടെ, 15 ലക്ഷം രൂപ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഹിന്ദി മനസ്സിലാകാഞ്ഞിട്ട് മാത്രമല്ല, ആ 15 ലക്ഷം രൂപ ഇവിടുത്തെ പണക്കാരനും ഉണ്ടിറങ്ങി കിടക്കുന്നവന്റെ പോക്കറ്റിലേക്കല്ല. 15 ലക്ഷം ഇല്ലെങ്കിലും അതിന്റെ ഏറെക്കുറെയൊക്കെ നരേന്ദ്രമോദി ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ശൗചാലയം കെട്ടിക്കൊടുക്കാനാണ് എങ്കിൽ പോലും, റെയിൽവേയുടെ പദ്ധതിയാണ് എങ്കിൽ പോലും, പാവപ്പെട്ട സ്ത്രീകൾക്ക് ജൻധൻ യോജന അക്കൗണ്ടിൽ ഇടുന്ന പൈസ, ആയുഷ്മാൻ ഭാരത് പദ്ധതി, ഇതെല്ലാം പാവങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതെല്ലാം കൂടി കൂട്ടുക, അതായത് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഒരു കാർഡ് ഉള്ളവന് മിനിമം 5 ലക്ഷം രൂപ കിട്ടിയില്ലേ, ഒരു ഗ്യാസ് കണക്ഷൻ ഉള്ളവന് 13,500 രൂപ ആയില്ലേ, ഒരു ശൗചാലയം കെട്ടിക്കൊടുക്കുമ്പോഴായില്ലേ 10-25,000 രൂപ. അങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും നരേന്ദ്രമോദി ഏകദേശം ഒരു കർഷക എന്താണ് ഈ കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ നരേന്ദ്രമോദി ഏതാണ്ട് ഒരു പാവപ്പെട്ട ജനത്തിന് ഒരു 7-8 ലക്ഷം രൂപ കൈ കൊടുത്തിട്ടുണ്ട് നിലവിൽ. ബാക്കിയുള്ളതിന്റെ കാര്യമല്ലേ. പക്ഷെ ഈ കമന്റ് ഇടുന്നവനൊന്നും ഈ പാവപ്പെട്ടവനല്ല. അവൻ 5 കാറും 4 ബൈക്കും 2-3 വീടുമുണ്ട്. അപ്പൊ ഫ്രീ ആയിട്ട് അവന് പെട്രോൾ വേണം. ഒപ്പം തന്നെ 15 ലക്ഷം രൂപ തീരുമ്പോ പിന്നെയും ഇട്ട് കൊടുക്കണം. അതിനെ കുന്തളിപ്പെന്നാണ് പറയുന്നത്. അതായത് എല്ലിന്റെ ഇടയിൽ കയറും തിന്ന് മതുക്കുമ്പോൾ. അപ്പം ആ എല്ലിന്റെ ഇടയിൽ കയറുന്നുള്ള കുത്തലിന്റെ ഭാഗമാണ് ഈ പറയുന്നത്. അതൊന്നും ഇപ്പൊ ആരും ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം ജനവും ചെവിക്കൊള്ളുന്നില്ല. കാരണം അതിന്റെ ഒരു തെളിവാണ് ഞാൻ പറയുന്നത്. ധനുഷ, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറല്ല. ഞാൻ ഒരിക്കലും ഒരു മെമ്പറാകാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും പിടിച്ചിട്ടില്ല. അവരുടെ പരിപാടിക്കും ഞാൻ പോയിട്ടില്ല. BJP-യുടെയും പോയിട്ടില്ല, ഒരു പാർട്ടിയുടെയും പോയിട്ടില്ല. ഈ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരത്തെ MP ഉണ്ട്. ആ MP എന്തു ആയിക്കോട്ടെ, അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ല, അത് മറ്റൊരു സംഭവം. അതെന്തു ആയിക്കോട്ടെ, അത് മറ്റൊരു വശം. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു കലിംഗ സംവാദം നടത്താൻ, ഇല്ലെങ്കിൽ കലിങ്കിൽ പോയിരുന്നു, ഇല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ പോയിരുന്നു ജനങ്ങളുമായിട്ട് സംവേദിക്കാൻ കേരളത്തിൽ 60 വർഷമായിട്ട് അധികാരത്തിലിരുന്ന ഏതെങ്കിലും ഒരു MP-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പ്രവാസി മന്ത്രി ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ. അദ്ദേഹം ഗൾഫ് രാജ്യം സന്ദർശിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ ബുൾസെ അടിക്കുന്നതിന്റെ ജിഫ് ഉണ്ട്. അന്നത്തെ കാലത്ത് ഈ ജിഫ് ഉണ്ട്. ജിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എന്താ അതിന് പറയുന്ന, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയില് ജിഫ് എന്നാ അതിന് പറയാം. ഈ ഓംലെറ്റ് അടിക്കുന്ന ജിഫ് ഉണ്ട് ഇങ്ങനെ. അപ്പൊ ആ പോസ്റ്റിന് താഴെ മുഴുവൻ ഈ ഓംലെറ്റ് അടിയായിരുന്നു. അതായത് മുട്ട ഏറ് കിട്ടും എന്നാണ് അവർ പറഞ്ഞത്.
ഈ മുട്ട ഏറി കിട്ടുമെന്ന്. ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ഒരു മന്ത്രി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അവര് ഭയങ്കര സ്വീകരണമാണ് അവിടെ കൊടുക്കുന്നത്. അത് നരേന്ദ്രമോദി എന്നാലും എസ് ജയശങ്കർ എന്ന് പറയുന്ന മന്ത്രി കർണാടകക്കാരനാണ്, അത് കേരളക്കാരനല്ല, മലയാളികൾ ഉൾപ്പെടെയാണ് ഗംഭീര സ്വീകരണം അവിടെ കൊടുക്കുന്നത്. ഇന്ന് അവിടെ കിട്ടുന്ന BJP നേതാവിന്റെ അക്സെപ്റ്റൻസ് പോലും ഇല്ലായിരുന്നു അവിടെ മറ്റ് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാരും മന്ത്രിമാരും പോകുമ്പോൾ. അങ്ങനെ നിൽക്കുന്ന ഒരു ഇടമാണിത്. നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ബംഗ്ലാദേശ് ആണല്ലോ നമ്മുടെ വിഷയം. ഇത് പറഞ്ഞു പോയതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ആഭ്യന്തര കലാപത്തിന്റെ കാര്യം, ജൻസി കലാപത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പലരും നാഴിക നാപ്പോട്ടം പറയുന്നുണ്ട്. ഇന്ത്യ നടക്കത്തില്ലെന്ന് പറയുന്നതിന്റെ കാരണങ്ങളിലേക്കാണ് ഞാൻ ഈ സുരേഷ് ഗോപിയൊക്കെ കൊണ്ടുപോകേണ്ടി വന്നത്. ഏതായാലും നമ്മുടെ വിഷയം അതല്ല, ബംഗ്ലാദേശ് ആണ് നമ്മുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ ചൈന പിടിമുറുക്കുന്നു എന്നുള്ളത് പുതിയൊരു കാര്യമല്ല. നേരത്തെ തന്നെ അവിടെ ഈ മുഹമ്മദ് യൂനസിനെ അധികാരത്തിലേറ്റാനായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഫണ്ട് നൽകിയത്, യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള വലിയ രീതിയിൽ ഫണ്ട് നൽകിയതും ചൈന തന്നെ ആയിരുന്നു. ചൈനയ്ക്ക് അതൊരു വലിയ ലക്ഷ്യം ഇന്ത്യ മാത്രമായിരുന്നില്ല, അമേരിക്കയായിരുന്നു. കാരണം അമേരിക്ക ബംഗ്ലാദേശിൽ പിടിമുറുക്കുന്നു എന്ന് പുതിയ സംഭവമല്ല. നേരത്തെ തന്നെ ഷേഖ് ഹസീന പറഞ്ഞ കാര്യം അതാണ്. അവർക്ക് അടിയറ വെക്കാൻ പറ്റാതെ വന്നത്, ബംഗ്ലാദേശിനെ അടിയറ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ ഷേഖ് ഹസീനയ്ക്ക് നാട് വിടേണ്ടി വന്നു. അപ്പൊ ചൈന അതും കൂടെ തടയിടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ത്യ മാത്രമല്ല ലക്ഷ്യം. ഈ എപ്പോഴും ചൈനയുടെ മൂവ്മെന്റ് നമ്മൾ ഇന്ത്യക്കെതിരാണ് എന്ന് മാത്രം കരുതരുത്. പക്ഷെ ബംഗ്ലാദേശിനെ പോലെ നമ്മുടെ അതിർത്തി രാജ്യത്തേക്ക് ചൈന വരുമ്പോൾ അമേരിക്കയേക്കാൾ കൂടുതൽ നമ്മളും ഭയക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര പ്രശ്നത്തിൽ മോദി എന്ത് ഇടപെടാത്തത്, ഹിന്ദുക്കളല്ലേ അവിടെ പ്രശ്നം, എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, വരുന്നില്ല. നമ്മളൊരു BJP നേതാവിന്റെ ഭാഗത്തു നിന്ന് പോലും വായിൽ നിന്ന് ഒരു മോശം ഇത് ബംഗ്ലാദേശിനെ കുറിച്ച് വന്നിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് നല്ല സ്നേഹബന്ധത്തിൽ നമ്മുടെ അയൽക്കാരുമായിട്ട് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ശത്രുപക്ഷത്തേക്ക് അവരെ നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചൈനയുടെ കാൽക്കീഴിലേക്കോ അമേരിക്കയുടെ കാൽക്കീഴിലേക്കോ ബംഗ്ലാദേശ് പോകും. കാരണം അവരെ സംബന്ധിച്ച് നിക്കക്കള്ളിയിലാണ് നിൽക്കുന്നത്. നമ്മൾ പാകിസ്ഥാനെ കാണുന്നതല്ലേ, പാകിസ്ഥാൻ ആര് വിളിച്ചാലും കൂടെ പോകുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ റഷ്യ വിളിച്ചാൽ റഷ്യയുടെ കൂടെ പോകും, യാതൊരു ഡൗട്ടും ഇല്ല. പുടിൻ പറഞ്ഞാൽ മതി നാളെ വരുമെന്ന് പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് നേരെ അവിടെ എത്തും, യാതൊരു സംശയവുമില്ല. പുടിനാണ് ഇതിന്റെ ലീഡർ എന്നവർ പറയും. അതേ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിനെ എത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുരിതവും പേറുന്നത് നമ്മളായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അകന്നുപോയ ശ്രീലങ്കയെ നമ്മൾ നമ്മളുമായി അടുപ്പിച്ചു, മാൽദ്വീപ്സിനെ നമ്മളുമായി അടുപ്പിച്ചു, നേപ്പാളിനെ ഒലി പോയതോടുകൂടി നമ്മളുമായി അവർ ചേർന്ന് നിൽക്കുന്നു, അഫ്ഗാനിസ്ഥാൻ നമ്മളുമായി ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും നമ്മൾ ചേർത്ത് നിർത്തുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് നാല് ചുറ്റും ശത്രുക്കളായിരുന്നു. ആ ശത്രുക്കളെല്ലാം നമ്മൾ സ്നേഹം കൊണ്ട് നിർത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിന്റെ വിഷയങ്ങളിൽ നമ്മൾ കയറി തല കൊടുക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ ഇത് അങ്ങനെ തല കൊടുക്കാതിരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. കാരണം ഇത് എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കരുതലെടുക്കുന്നതും. ഒപ്പം ഈ വിമാനം കൊടുക്കുന്നതിൽ എന്നൊന്നും അതൊരു വലിയ വാർത്ത തന്നെയാണെങ്കിലും പക്ഷെ അത് എത്രത്തോളം പോകും. കാരണം ഇതേപോലെ തന്നെയായിരുന്നു പാകിസ്ഥാനിൽ ഈ ചൈനയുമായി അടുക്കുന്നത് വലിയ വാർത്തയായിരുന്നു. ഇപ്പൊ ചൈനയുമായിട്ട് ചേർന്ന് മലമറിക്കും തകർക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അത് അകന്നു. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകം എന്താണെന്നറിയാം, ബംഗ്ലാദേശായാലും പാകിസ്ഥാനായാലും ഇവർക്ക് സ്വന്തമായിട്ടൊരു കൂറയുമില്ല. അവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് എങ്ങനെയെങ്കിലും ഈ പോക്കറ്റ് നിറയ്ക്കണം, സമ്പാദ്യം കൂട്ടണം എന്നുള്ളതാണ്. അപ്പൊ അവർ അതിനുള്ള കുറുക്ക് വഴി തേടിക്കൊണ്ടേയിരിക്കും. അതിപ്പോ അമേരിക്ക എങ്കിൽ അമേരിക്ക, വിയറ്റ്നാം എങ്കിൽ വിയറ്റ്നാം, ശ്രീലങ്ക എങ്കിൽ ശ്രീലങ്ക, അങ്ങനെ നോക്കുന്നവരാണ് അവർ. അപ്പൊ അവർക്ക് അങ്ങനെ പ്രതിബദ്ധതയോ ആ രാജ്യത്തിന് പ്രത്യേക പോളിസിയോ ഇല്ല. അപ്പം അങ്ങനെയുള്ള രാജ്യത്തിന് ചൈനയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യത ഒട്ടും തന്നെയില്ല. കാരണം ചൈന ഈ ഭാഗങ്ങളിലെല്ലാം പൈസ മുടക്കിയെടുത്ത് അവർക്ക് നഷ്ടക്കച്ചവടമായിരുന്നു. അതുകൊണ്ടാണ് അവർ ബംഗ്ലാദേശിന് വലിയ ഫണ്ട് ഇറക്കാത്തത്. പിന്നെ യൂനസ് എന്ന് പറഞ്ഞൊരു ക്രെഡിബിലിറ്റി ഉള്ള നേതാവല്ല, അവരുടെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയുമല്ല. അതുകൊണ്ട് തന്നെ കരാറുകളിലേക്കൊന്നും പോകാൻ നിലവിൽ സാധ്യതകളൊന്നും തന്നെയില്ല. ഇനി പുതിയ ഭരണകൂടം വരുമ്പോഴേ ഉള്ളൂ. ആ പുതിയ ഭരണകൂടത്തിനകത്ത് ഇന്ത്യക്കും ഒരു റോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെയും കൂടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന, ഇല്ലെങ്കിൽ നമ്മുടെയും കൂടെ കൺട്രോളുള്ള ഒരു ഭരണമായിരിക്കും ബംഗ്ലാദേശിൽ വരുന്ന സാധ്യത. ഷേഖ് ഹസീന അല്ല, മറ്റേതെങ്കിലും ഗ്രൂപ്പുകളായിരിക്കാം.